ഹലോ ഫ്രണ്ട്സ്, കുറേ നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട്. എന്ത് പറയാനാ, ഇവിടുത്തെ തിരക്കുകൾ കാരണം ഒന്നിനും സമയം കിട്ടുന്നില്ല. പിന്നെ ഇവിടെ നല്ല ചൂട് തന്നെയാണ് ഇപ്പോഴും. ഒക്ടോബർ മാസം ആയിട്ടും തണുപ്പൊന്നും സ്റ്റാർട്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ഭയങ്കര മടിയാണ് പുറത്തു പോകാൻ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ കെട്ടിയനോട് പറയുന്നത്, എനിക്ക് ഭയങ്കരമായിട്ട് ഐസ്ക്രീം തിന്നാൻ കൊതി വരുന്നു, നമുക്ക് എവിടെയെങ്കിലും പോയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ കരാമയിൽ ഐസ്ക്രീമിൻ്റെ മാത്രം ഷോപ്പ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കി നടക്കുമ്പോഴാണ് പുതിയൊരു ഷോപ്പ് കണ്ടത്. ആക്ച്വലി ഞങ്ങൾ നാട്ടിൽ പോകുന്നിടം വരെ ഈ ഷോപ്പ് ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ജസ്റ്റ് ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. പേര് മെറാക്കി ക്രീമറി കഫേ എന്നാണ്. ഇവിടെ കേക്ക്സും ഉണ്ട്, പിന്നെ ഐസ്ക്രീംസും ഉണ്ട്. സ്കൂപ്പായിട്ടാണ് അവർ തരുന്നത്. ഇപ്പം കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നമുക്കിഷ്ടമുള്ള ഫ്ലേവേഴ്സ് എടുക്കാം. അവിടെ 9 ദിർഹംസ് തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട്. സ്മോൾ, മീഡിയം, ലാർജ് അങ്ങനത്തെ രീതിയിലാണ് നമുക്ക് സ്കൂപ്പ് തരുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു സ്കൂപ്പ് വെച്ചിട്ടാണ് എടുത്തത്. കാര്യം ഐസ്ക്രീം തിന്നാൻ കൊതി ഉണ്ടെങ്കിലും ഓവറായിട്ട് കഴിക്കാറില്ല. പിന്നെ ഞാൻ ആൽമണ്ടിൻ്റെ ഇത് വെച്ചിട്ടാണ് ഡെക്കറേഷൻ ചെയ്യാൻ പറഞ്ഞത്. പിന്നെ റെയിൻബോ കളേഴ്സിൻ്റെ, ആക്ച്വലി എനിക്കിതിൻ്റെ പേര് നന്നായിട്ട് അറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ആക്ച്വലി ഞങ്ങൾ ആദ്യമേ എടുത്തത് കുറേ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. മാംഗോ, സ്ട്രോബെറി, പിസ്ത അങ്ങനെ. അപ്പം ഹസ്ബൻഡ് എടുത്തത് പിസ്തയാണ്. ഞാനൊരു സ്മൂത്തി പോലത്തെ, സ്മൂത്തി എന്നാണ് എൻ്റെ പേര് കേട്ടോ, സ്മൂത്തി കേക്ക് അങ്ങനൊരു സംഭവം. അത് പുതിയൊരു, എനിക്കത് കണ്ടിട്ട് ആക്ച്വലി വാനില പോലത്തെ ഇതുണ്ടല്ലോ, വാൻജോ കേക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഇതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത് പിസ്തയാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, സച്ചായി എൻ്റെ അത് സെലക്ട് ചെയ്തത്. അതുകൊണ്ട് പുള്ളിക്കാരൻ എന്നെ കൊടുത്തു. പക്ഷേ പുള്ളിക്കാരൻ ലാസ്റ്റായപ്പോൾ എനിക്ക് തന്നു. ഞാൻ തന്നെയാണ് പിസ്തയും ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. ക്രീമറിയും കൊള്ളാം. ആക്ച്വലി നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിലും നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് അതിന് റിയൽ ടേസ്റ്റ് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരത്തില്ല. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ വലിയ സ്പേസ് ഒന്നുമില്ല, 2 പേർക്കിരുന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നല്ല ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലുമുള്ള ഐറ്റംസ് ഐസ്ക്രീം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്കവിടെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നല്ല ശാന്തമായൊരു അന്തരീക്ഷമാണ്. നമുക്ക് സ്വസ്ഥമായിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് നല്ല മൈൻഡിൽ കൂളാക്കാൻ പറ്റും. അവരവിടെ ഒരു കോട്ട എഴുതി വെച്ചിട്ടുണ്ട്, ആൻ ഐസ്ക്രീം എ ഡേ കീപ് സ്ട്രെസ് അവേ. അവരെ പറഞ്ഞതുപോലെ തന്നെ നല്ല ശാന്തമായ അന്തരീക്ഷമാണ്. നമുക്ക് അവിടെ ഇരുന്ന് ഐസ്ക്രീം കൂളായിട്ടിരുന്ന് കഴിക്കാം. കഴിച്ച് കഴിയുമ്പോഴും നമ്മൾ കൂളാവും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. നമുക്ക് വീണ്ടും കാണാം.